ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ബട്ടർ ചിക്കൻ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറിന് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ്. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് എടുത്തത്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളിയും ഒരു 3 തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കിനി ചിക്കൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പാനിലേക്ക് കുറച്ച് ഓയിലും ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ബട്ടർ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചിക്കൻക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമിൽ ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ 2 സൈഡും ഒരുപോലെ കുക്ക് ചെയ്തെടുക്കാം. സാധാ ഫ്രൈ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം 90% ഒന്ന് കുക്കായി കിട്ടിയാൽ മതിയാവും. അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഞാൻ ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച എല്ലാ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്കൊരു 3 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബട്ടർ ചിക്കനിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്കൊരു കളർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ 1.5 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് 2-3 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിലെ തക്കാളിയും കാഷ്യൂ നട്ട്സൊക്കെ കുറച്ച് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വെക്കാം. തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടണം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ചുണ്ടാവും, അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇത് തിളയ്ക്കുന്ന മുമ്പെയാണ് ഇടുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടായതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രഷ് ക്രീമും ഗ്രേവിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കത് ജസ്റ്റ് തിളക്കാൻ വെക്കാം. ഒരു 2 മിനിറ്റോളം അടിച്ച് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇത് ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനും ഗ്രേവിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ടാണുള്ളത്. അപ്പം കാണുമ്പോൾ തന്നെ അറിയാലോ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് തിളയ്ക്കാൻ വെക്കണം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. നോർത്ത് ഇന്ത്യക്കാരൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കസൂരി മെത്തിയാണ്. അത് വെച്ചാൽ ഉലുവയുടെ ഇലയാണത്. അപ്പം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ലാസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ബൗളിലേക്കൊക്കെ സെർവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മേലെ ജസ്റ്റ് കസൂരി മെത്തിയും ഫ്രഷ് ക്രീമൊന്ന് ജസ്റ്റ് ഡെക്കറേഷൻ ചെയ്താൽ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലുക്കിലും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടിക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുവരെക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.